നമസ്കാരം. ഞാനിന്നിവിടെ മുട്ട മസാല തോരനാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നു തുടങ്ങി. നമ്മളിതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് കടുക് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ 2 സവാള കേട്ടോ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ചെറുതായി ഒന്ന് വാടി വരണം. നല്ലോണം ഒന്നും വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മൾ ഇതിരിക്കുന്നത് ഒരു തക്കാളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 4 കോഴിമുട്ട കേട്ടോ. 4 കോഴിമുട്ട, കുറച്ച് കുരുമുളക് എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്താൽ മതി. അപ്പോൾ വേഗം അങ്ങോട്ട് ശരിയായി കിട്ടും. നമുക്കിതിലേക്ക് ഇതായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കേട്ടോ, ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരനൊക്കെ കൂടെ ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കൊരു നേരം നമുക്ക് കറി വയ്ക്കാനൊക്കെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോഴിമുട്ട എടുക്കുക. ഇതുപോലെ ചെയ്താൽ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് കാര്യം ശരിയായി കിട്ടും. നമുക്ക് നന്നായി ചോറുണ്ണാനും പറ്റും. അപ്പോൾ ഞാനിത് ഓഫാക്കുകയാണ്. ഞാനിത് പാത്രത്തിലാകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇട്ടിട്ടുള്ള തോരൻ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഗരം മസാല ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.